ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചധികം കറിവേപ്പിലയും ഇനി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാൻ വായോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ കുറച്ചധികം കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം കറിവേപ്പില ഉണ്ടാവും കേട്ടോ. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് നല്ലപോലെ ഉണങ്ങിയ കറിവേപ്പിലയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ വാഷ് ചെയ്ത് ഉണങ്ങിയ കറിവേപ്പിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്ത് അങ്ങ് നേരെ അങ്ങ് ചേർത്തേക്കാണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ അംശം ഒന്ന് വറ്റി ഒന്ന് വരട്ടെ ആദ്യം. ഇപ്പോൾ ദാണ്ട വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായി കിട്ടണം. ആദ്യം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ ഒരു സ്പൂണോളം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. സാധാരണ ടേബിൾ സ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. ഈ കറിവേപ്പിലേക്ക് ഇങ്ങനെ തൊട്ട് പിടിക്കുമ്പോഴേക്കും നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജ് വരെയും നല്ലപോലെ റോസ്റ്റാക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ദാണ്ട നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇതാണ് പാകം. അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതൊന്ന് തണുത്ത് വരണം കേട്ടോ. അപ്പോൾ തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല പൊടിയായിട്ട് കിട്ടണം. അതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഇത്രയും അങ്ങോട്ട് പൊടിയായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതാണ് കേട്ടോ പാകം. അപ്പോൾ ഈ ഒരു പരുവം വരെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ കറിവേപ്പിലൊക്കെ റോസ്റ്റ് ചെയ്തെടുത്ത് അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇനി നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളി ഞാനൊരു 15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറുതായിട്ടാണ് 15 എടുത്തത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു 6-7 എണ്ണം മതിയാവും. ഇനി ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുത്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാണ്ട നമ്മുടെ കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല വലിയൊരു തക്കാളിയാണ്. അപ്പോൾ തക്കാളി ചെറുതാണെങ്കിൽ 2 ഒക്കെ എടുക്കണം. ഈ ഒരു കറിക്ക് തക്കാളി അധികം ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ദാണ്ടേ തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടും, നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒക്കെ ഒന്നാവുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആ ഒരു തവി വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ നല്ല പോലെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചേർക്കുന്ന അതേ ബേസിക് മസാലകളൊക്കെ തന്നെ ഉള്ളൂ. എക്സ്ട്രാ അഡീഷൻ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം പൊടികളൊക്കെ ചേർത്താൽ മതി. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ഉലുവ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഉലുവ പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം.
ഇപ്പൊ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജ് വരെയും ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു കറിവേപ്പിലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി, നമ്മുടെ പിഴിപുളി ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുത്തേക്കാണ്, അതൊന്ന് പിഴിഞ്ഞെടുത്തേക്കാണ് കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് അതൊന്ന് കുതിർത്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. നമ്മുടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതുവരെ നല്ലപോലെ തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ മസാലയൊക്കെ നല്ലപോലെ വേവും, അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കറിക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് കറി നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൽ തന്നെ വെള്ളം ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കറിവേപ്പിലേക്ക് അരച്ചെടുത്തില്ലേ, ആ മിക്സിയുടെ ജാറാണ്. ഇനി വീണ്ടും എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതുവരെയും കറിക്ക് ഒന്നിലും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വേണ്ട വെട്ടി തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചൂരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ചൂരയെക്കാളും ബെസ്റ്റ് അയലയിലും മത്തിയിലും ചെയ്യുമ്പോഴാണ് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ നിർഭാഗ്യവശാൽ ചൂരയാണുള്ളത്. അതുകൊണ്ട് പക്ഷേ ഈ കറി കഴിക്കാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ ചൂരയിലങ്ങ് ഉണ്ടാക്കിയതാണ്. ചൂരയിൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മത്തിയിലും അയലയിലും ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരുപാടിട്ടങ്ങ് മിക്സാക്കി ഇളക്കി എടുക്കണ്ട, മീനൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഇതാണ്ട് ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മീൻകറിയാണ്. അപ്പോൾ മീൻകറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു വട്ടമെങ്കിലും. നമ്മൾ അറിയാതെ ഇങ്ങനെ കഴിച്ചു പോവും. പിന്നെ ഈ മീൻകറി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തലേന്നൊക്കെ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മീൻകറി ഇതുപോലെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.